നമസ്കാരം. വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. മാംസം തിന്നുന്ന ബാക്ടീരിയ. നമ്മൾ 2-3 ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു വിഷയമാണത്. വളരെ ജപ്പാനിൽ അതിഭയങ്കരമായ രീതിയിൽ പടർന്നു പിടിക്കുന്നു. ആ രോഗം ഇന്ന് വരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ള ബാക്ടീരിയകളാണ് അത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രതിവിധി കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു മാരകമായ രോഗം പരത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം അന്തരീക്ഷത്തിനുണ്ടായിട്ടുള്ള മാലിന്യങ്ങളുടെ തോത് കൂടിയത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അതായത് ദേശശുദ്ധി, ജലശുദ്ധി, വായുശുദ്ധി, മനഃശുദ്ധി, ഗ്രഹശുദ്ധി, വാക്ശുദ്ധി, ഇങ്ങനെ മനുഷ്യൻ വർഗത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പൗരാണിക ആചാര്യന്മാർ. ഈ ഗുണങ്ങളൊന്നും ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള രോഗങ്ങളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, ഇത്തരം രോഗങ്ങൾ പണ്ടും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ അണുക്കളെ സംബന്ധിച്ചുള്ള വിശദീകരണം കണാദ മഹർഷി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്പെട്ട പ്രകാരം ദൃശ്യവും അദൃശ്യവും അപ്രാപ്യവുമായ അണുക്കൾ ലോകത്ത് ഉണ്ടാകും. അത് ആക്രമിച്ചാൽ അതിന് പ്രതിവിധി ഉണ്ടാവില്ല. അങ്ങനെയുള്ള അണുക്കൾ ജീവന് അതിഭയങ്കരമായ അപകടമുണ്ടാക്കും. അതിന് പ്രതിവിധി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണാദ മഹർഷിയെ പക്ഷേ നമ്മുടെ മറ്റു പണ്ഡിതന്മാർ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു നാരണത്ത ഭ്രാന്തൻ്റെ സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനൊന്നും വലിയ വില കൽപ്പിക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ സത്യം നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ജപ്പാൻ. ഇത് ജപ്പാനിൽ മാത്രം ഒതുങ്ങി നീക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ രാജ്യത്തും ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ജപ്പാനും നമ്മുടെ രാജ്യവുമായിട്ട് യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കറിഞ്ഞോ അറിയാതെയോ ഇത് ബാധിക്കും. പക്ഷേ ഇതിന് നമ്മുടെ വിഷമജ്വരം എന്ന പ്രകൃതി പൗരാണികമായ നാട്ടുവൈദ്യ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആ വിഷമജ്വരങ്ങളുടെ വിഭാഗങ്ങളിൽ ഒരു അതിതീഷ്ണജ്വരം എന്ന പേരുള്ള ഒരു ജ്വരത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് ലക്ഷണങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് ഏകദേശം അതുപോലൊക്കെ വരുന്നു. അതിന് പ്രതിവിധിയായിട്ടുള്ള വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മുത്തങ്ങ, പർപ്പിടകപ്പുല്ല്, കിരിയാത്ത്, ദേവതാരം, കുറുന്തോട്ടി, ആടലോടകത്തിനില, പൂവംകുറന്തൽ സമൂലം, പിന്നെ നമ്മുടെ കിഴാർനെല്ലി, പർപ്പിടകപ്പുല്ല്, ഇത്രയും സാധനങ്ങളെടുത്ത് ഒരേപോലെ വൃത്തിയാക്കി അത് വിധിപ്രകാരം കഷായം വെച്ച് ആ കഷായത്തോടൊപ്പം വായുഗുളിയും ധാന്യന്തര ഗുളിയും 3 നേരം കഴിക്കുകയും ഭക്ഷണം വളരെ സോഫ്റ്റ് ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയും ചെയ്താൽ ഈ രോഗം മാറിക്കിട്ടും. അത് രോഗമില്ലാത്തവർക്കും ഇത് കഴിക്കാവുന്നതാണ് എന്നാണ് പൗരാണികമായ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഇത് എത്രമാത്രം ഫലപ്രദമാകുമെന്നോ അല്ലെങ്കിൽ എത്രമാത്രം ഗുണകരമാകുമെന്നോ പറയാൻ കഴിയുന്നില്ല. അത് നമ്മൾ അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എങ്കിലും ഇത് ദോഷം ഒന്നും ചെയ്യാത്തതായതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായം പറയുക. വോയിസ് ഓഫ് മാന്നാർജി ഇപ്പോൾ 2 ആഴ്ചയിലൊരിക്കൽ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വരുന്നുള്ളൂ. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ശാരീരികമായ അവശതകൾ മാറിക്കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ. അത് മാറിക്കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും പഴയതുപോലെ എല്ലാ ദിവസങ്ങളിലില്ലെങ്കിലും 1-2 ദിവസങ്ങളിലെങ്കിലും വോയിസ് ഓഫ് മാന്നാർജി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ മാന്നാർജി രാധാകൃഷ്ണ വൈദ്യർ, പാലക്കാട്. എൻ്റെ ഫോൺ നമ്പർ 9447352982.
റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്. അപ്പോൾ വീണ്ടും കാണാം. നമസ്തേ.